വലിയ കുഴപ്പമില്ലാത്ത വെതറുള്ള ഒരു വീക്കെൻഡ് എന്നാ കരുതി വെറുതെ വീക്കെൻഡ് വീട്ടിലിരിക്കേണ്ട ഫ്രണ്ട്സിനെ ഒത്ത് ഒന്ന് നടക്കാൻ പോകാമെന്ന്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും കൂടെ ബസ് പിടിച്ച് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അവിടെ പോയി നടക്കുക എന്നുള്ളതായിരിക്കും. അല്ല ഗൈസ്, അവിടെ നിറച്ച് ചെറിയ ബ്ലോസംസ് വരുന്ന സമയമാണിത്. സ്പ്രിംഗ് സീസൺ ആണല്ലോ. അപ്പോൾ പൂക്കൾ കാണാനും കൂടെ കുറേ ഫോട്ടോസ് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളീ പോകുന്നത്. കൂടെ ഒരു ബോണസായിട്ട് നല്ലൊരു നടത്തവും. ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ മിഴി ഉറക്കമായി. പിന്നെ പൂക്കൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ചാടിത്തുള്ളിയാണ് അദ്വി പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിതേ ആ ഒരു മരം കാണുന്നത്, മാഗ്നോലിയ. ഇവിടെ ചില സോപ്പ്, ക്രീം, ബോഡി വാഷ്, സ്പ്രേ ഒക്കെ ഈ ഒരു പൂവിൻ്റെ മണത്തിൽ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു മണമൊന്നുമില്ല, ഒരു വളരെ ലൈറ്റ് ഒരു സ്മെല്ലാണ്, പക്ഷെ കാണാൻ സൂപ്പറാണ്. ആ മരത്തിലെല്ലാം കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. ഈ സ്പ്രിംഗ് സീസൺ ആയാൽ നടക്കാൻ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എവിടെ നോക്കിയാലും പൂക്കളാണ്. പുല്ലിൽ പോലും നിറച്ച് പൂക്കളാണ്. ദേ കണ്ടോ, ആ പച്ച പുല്ലിൽ വെള്ള പൂക്കൾ കാണാനും ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പാർക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ കരുതി നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന്. ഇത് മെയിനായിട്ട് പട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ്. അവരെ ഫ്രീ ആയിട്ട് വിടാനും അവർക്ക് ഓടിക്കളിക്കാനും അവരുടെ ഫ്രണ്ട്സിനെ കാണാനും കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്. പട്ടികളെ കൊണ്ടുവരുന്നവർക്ക് ഇരുന്ന് സംസാരിക്കാനും ബാക്കിയുള്ളവരെ പരിചയപ്പെടാനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഈ പബ്ലിക് പ്ലേസിൽ ചില നായ്ക്കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ആരെങ്കിലും കയറി കടിക്കുമോ എന്ന്. ആ ഒരു ടെൻഷൻ ഇല്ലാതെ അവരെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ട്രെയിൻഡ് ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഈ കാറിൽ ഇരിക്കുന്നത് ആരാണെന്നൊന്ന് നോക്കിക്കേ. പാർക്കിൽ ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് ആശാൻ. എന്താ അനുസരണയോടുകൂടിയാണ് ആ കാറിൽ ആശാൻ ഇരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പിന്നെയും നടന്നു. അപ്പോൾ നടക്കുന്ന വഴിയിൽ അപ്പുറത്തുള്ള പറമ്പിലുള്ള ചെറിയ മരങ്ങളും ആപ്പിൾ മരങ്ങളും എല്ലാം ഇതുപോലെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. സ്പ്രിംഗ് സീസൺ അങ്ങനെയാണ്, കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നാട്ടിലുള്ള ആരെങ്കിലും യൂറോപ്പ് കാണാൻ എപ്പോഴാണ് നല്ല സമയം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന 3 സീസണുകളിൽ ഒന്നാണ് സ്പ്രിംഗ്, മറ്റൊന്ന് ഓട്ടം സീസണും, പിന്നെ മഞ്ഞ് കണ്ടിട്ടില്ലാത്തവർക്ക് വിൻ്റർ സീസണും. അങ്ങനെ ഞങ്ങൾ നടന്ന് മെയിൻ ലൊക്കേഷൻ എത്തി. ഇത് ആക്ച്വലി ഇവിടെയുള്ള ഒരു കഫേയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ആ വഴിയുടെ ഇരുവശങ്ങളിലുമായിട്ട് ഇവർ ഒരുപാട് ചെറിയ മരങ്ങളും ആപ്പിൾ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു കുഞ്ഞു കുന്നിൻ്റെ മുകളിലുള്ള ഒരു കഫേ. അവിടേക്ക് നടന്നെത്താൻ പറ്റുന്ന ഈ വഴി ഇത്രയും അതിമനോഹരമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്പ്രിംഗ് സീസണിൽ അവർക്ക് നല്ല കളക്ഷനാണ്. കാരണം ചെറി ബ്ലോസംസ് പൊതുവെ ഒരാഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയാൽ 10 ദിവസം മാത്രമേ മരത്തിൽ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കൂ. ഒരു മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് നോറ്റ് കാത്തിരുന്ന ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഞങ്ങളും അങ്ങനെ ടൈം നോക്കി തന്നെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കഫേ. അവിടെ നിന്നുള്ള വ്യൂ അത് അടിപൊളിയാണ് കേട്ടോ. കഫേയുടെ ബാക്കിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പാർക്കും ഉണ്ട്. കുട്ടികളെയും കൂട്ടി വന്നതുകൊണ്ട് തന്നെ പാർക്ക് വിസിറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞ് ഫോട്ടോയും ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് എത്തി. കഫേയുടെ താഴെയായിട്ട് വലിയൊരു പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്കിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ പാർക്കിൽ കുറച്ചു നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പാവാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ നടന്നു. അപ്പോഴാണ് ഈ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. വിൻ്റർ ആകുമ്പോൾ ഇവിടെ നടക്കുന്നത് സൂക്ഷിച്ച് വേണമെന്നും മാത്രമല്ല പട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ലീഷ് ഇട്ട് തന്നെ നടത്തണം എന്നുമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സ്പ്രിംഗ് സീസൺ തുടങ്ങിയ സമയം മുതൽ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ നല്ല ഫോട്ടോസ് ഇന്ന് എടുക്കാൻ പറ്റി. ആ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് എല്ലാ മുക്കിലും മൂലയിലും നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അതിമനോഹരമായ കാഴ്ചകൾക്ക് സ്പ്രിംഗ് സീസൺ കൺസിഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എടുത്ത ഫോട്ടോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.